നമുക്കെല്ലാം അറിയുന്നതാണ് റെഡ് ടേപ്പ് സംസ്കാരം, റെഗുലേഷൻസ്. പക്ഷെ ലോകത്തിലെ ഇപ്പോഴത്തെ ട്രെൻഡിനെ പറ്റി ദ എക്കണോമിസ്റ്റ് മാഗസിൻ കൊടുത്തിരിക്കുന്ന കവർ സ്റ്റോറിയുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിലും റെഡ് ടേപ്പ് ഇല്ലാതാകും. എൻ്റെ തുടക്കം കുറിച്ചത് ട്രംപാണ്, പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സോടുകൂടി. പക്ഷേ ഇത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ഏറ്റുപിടിക്കുക. മുന്നോട്ട് നേരത്തെയാണ് ട്രംപ് 2017 വന്നപ്പോഴാണ് ഇതിന് ഒരു പല റെഡ് ടേപ്പ് വീണ്ടും രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം എന്താണ് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്? അമേരിക്ക ഇന്ന് സ്റ്റാർട്ട് ചെയ്തു റിഫോംസ് ആണ്, അതായത് റെഗുലേഷൻസ് ഇല്ലാതാക്കി മാറ്റുക. അത് അർജൻറ്റീനയിൽ പോകുന്നു, ബ്രിട്ടനിൽ പോകുന്നു, ഇന്ത്യ ഉൾപ്പെടെ ചെറിയ ചെറിയ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെ, അതേപോലെ ആഫ്രിക്കയിലെ ചെറിയ രാജ്യങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, എല്ലായിടത്തും റിഫോംസ് ആണ് ഇപ്പോൾ കയറി അടിച്ചത്. അതാണ് ഗ്ലോബൽ ട്രെൻഡ് എന്ന് പറയുന്നത്, എക്കണോമിക് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഏകദേശം 800ഓളം റിഫോംസ്, അതായത് റൂൾസ്, റെഗുലേഷൻസ് ആണ് അർജൻറ്റീനയിൽ അവിടുത്തെ പുതിയ പ്രസിഡന്റ് ഇല്ലാതാക്കിയത്. ഈ റെഗുലേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ റിഫോംസ് വന്ന ശേഷമാണ് ഇന്ത്യ മാറിയത്. അതിനു മുമ്പ് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ വേറെ സംഭവം ഉണ്ടായി, ബ്യൂറോക്രസി. അതങ്ങ് ഇല്ലാതായി. അത് ഏകദേശം വളരെയധികം കുറച്ചു. എങ്ങനെയാണ് ഈ ബ്യൂറോക്രസി ഈ റെഡ് ടേപ്പുമായിട്ട് നടക്കുന്നത്? രണ്ടും ക്ലബ് ചെയ്തിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു, റെഗുലേഷൻ്റെ ബാനറിൽ ബ്യൂറോക്രാറ്റുകൾ ഒരു പ്രപ്പോസൽ കൊടുത്താൽ മിനിമം ഒരു 10 ചുമന്ന കൂടി അങ്ങ് പൊക്കും. ഇത് പറ്റത്തില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പം ഇന്നത്തെ ലോകത്ത് അധികമുള്ള ബിസിനസ് ഇൻഡസ്ട്രി, അതായത് ഫേംസ്, കോർപ്പറേറ്റുകൾക്ക് പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവർ ഈ പറയുന്ന റെഗുലേഷൻസ് എല്ലാം കൂടെ ചാടിക്കടന്ന് പോകുമ്പോഴത്തേക്കും ഒന്നാമത് ശരിക്കും സമയമെടുക്കും. ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകണം. ആ ടേബിളിൽ പോകണം, പിന്നെ മറ്റേ മിനിസ്റ്റർ. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റർ വന്നു കഴിഞ്ഞാൽ എത്ര മിനിസ്ട്രിയിലാണ് പോകേണ്ടത്? അവസാനം എൻവയറൺമെൻറ്റ് മിനിസ്ട്രിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന് സാങ്ഷൻ കൊടുക്കുന്നത്, ഇത് റൺ ചെയ്യാൻ. ഇതെല്ലാം റെഗുലേഷൻ്റെ പാർട്ടാണ്. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ഇത് വലിയ സംഭവമാണ്. ഞാൻ പറയാം, ചെറിയ കടകളും മുറുക്കാൻ കട തുടങ്ങുന്ന കാര്യത്തിലല്ല. പക്ഷെ അതിന് പോലും ചില സന്ദർഭങ്ങളിൽ ചില സമയം മുനിസിപ്പാലിറ്റിയുടെ വേണം, അതിൻ്റെ ഇത് വേണം, ഇതിൻ്റെ ഇത് വേണം. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടുള്ള റെഗുലേഷൻസ്, അതാണ് ഇന്ന് ലോകത്ത് വരാൻ പോകുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഒരു യൂണിഫോം റെഗുലേഷൻസ് ഉണ്ട്. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ടത്. അത് വന്നു കഴിഞ്ഞാൽ അവരുടെ നാഷണൽ സെക്യൂരിറ്റി ആണെങ്കിലും എക്സ്റ്റേണൽ സെക്യൂരിറ്റി ആണെങ്കിലും അവരുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയെ ബാധിക്കാത്ത രീതിയിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇത് എക്കോണമി ഭയങ്കരമായിട്ട് ശരിക്കും ബൂം ചെയ്യും. കാരണം ഇത്രമാത്രം റെഗുലേഷൻ ഉള്ളത് കൊണ്ടാണ് പല ഫേംസുകളും, അതായത് ലോകത്തിലെ പല കോർപ്പറേറ്റ്സുകളും, പല ഇൻവെസ്റ്റ് ചെയ്യേണ്ട പല സ്റ്റാർട്ടപ്പുകൾ പോലും പലരും തുടങ്ങാൻ പറ്റാതായി പോയിട്ടുണ്ട്. ഇത് പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന. പക്ഷേ റെഗുലേഷൻ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കുറവാണ്. അവിടെ ചെറിയ റെഗുലേഷൻ എല്ലാം പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മളിത് കാണേണ്ടത്, ട്രംപ് പല എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞു, ഇത്ര ജോലിക്കാരുണ്ട് ഫെഡറൽ ഗവൺമെൻറ്റിൽ, നിങ്ങൾ ഇത്രാം തീയതിക്കുള്ളിൽ ജോലിക്ക് വന്നില്ല എങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ ഉൾപ്പെടുത്ത് കളയും, നിങ്ങൾ പിന്നെ ഇവിടെ ജോലിക്ക് വരണ്ട. അതിൻ്റെ കാര്യം എന്താ? ഈ റിഫോംസിൻ്റെ ഭാഗമായിട്ട് എലോൺ മസ്കിനെ അവിടെ വെച്ചിരിക്കുന്ന എഫിഷ്യൻസിക്ക് വേണ്ടിയാണ്. അതായത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കാം, എങ്ങനെയാണ് റിഫോംസും ഈ പറഞ്ഞ എഫിഷ്യൻസിയുമായിട്ട് മാറുന്നത്? അവിടെയാണ് ടെക്നോളജി AI യൂസ് ചെയ്യും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിയുമ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പല രാജ്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന റെഗുലേഷൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക് മാത്രമേ ഉള്ളൂ. ബാക്കി വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടാത്ത ടോപ്പിക്കും നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇവിടെ നമ്മൾ ജീവിക്കുക, നമുക്കറിയാം എത്രമാത്രമാണ് ബ്യൂറോക്രസി ഏറ്റവും അതിഭയങ്കരമായിട്ട് തളർത്തിക്കളയുന്നത്.
ഒരു 10 പശുവിനെ മേടിച്ച് വളർത്തി അതിൻ്റെ പാലെടുത്ത് വിൽക്കാൻ നമ്മൾ നോക്കുമ്പോഴാണ് പൊല്യൂഷൻ വേണം, അത് വേണം, ഇത് വേണം. ഒരു 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 നേരെ ചൊവ്വേ റെസ്റ്റോറൻറ്റ് നടത്തുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ വേണ്ടാത്ത കാര്യങ്ങൾ പലതും അവിടെ വേണം. പക്ഷേ ഇവിടെ എല്ലാം പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ റെഗുലേഷൻസ് മുഴുവനും ഇല്ലാതാവുകയും ചെയ്യും. കാരണം റെഗുലേഷൻ എന്ന് പറയുന്ന സംഭവം കറപ്ഷനാണ്. അതാണ് റിയാലിറ്റി. ഇതേപോലെ റെഗുലേഷൻസിനെ ഓവർകം ചെയ്യാൻ പണം കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം മാറി എന്ന് പോകും. അതാണ് ഈ എക്കോണമിക്ക് ഏറ്റവും അനുകൂലമാണ് റിഫോംസ് എന്ന് പറയും. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതൊന്നുമല്ല. റെഡ് ടേപ്പ് എന്ന് പറയുന്ന ലോകത്തിൻ്റെ ശാപമാണ്, ഇന്ത്യയുടെ വലിയ ശാപമാണ്. ഈ റെഡ് ടേപ്പ് ഉള്ളത് കൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് മോദി അധികാരത്തിൽ കയറി പറഞ്ഞ് ഓരോ മാസവും ഓരോ റെഗുലേഷൻസ് ഇല്ലാതാക്കും. നിയമങ്ങൾ, വേണ്ടാത്ത പല നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അതില്ലാതാക്കും. ഒരു മനുഷ്യൻ ഇത്രമാത്രം നിയമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഈ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണ്. സ്റ്റാർട്ടപ്പിനെ പോലും ബാധിക്കും. അതാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാവുന്ന ചില ആൾക്കാർ ചെറിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ റൈറ്റ് ഓഫ് ഇൻഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഇതിൽ ആക്ടിവിസ്റ്റുകൾ കാട്ടിക്കൂട്ടി. ഈ പെരിയാർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ടല്ലോ എടപ്പള്ളിക്ക് അടുത്തുള്ള വരാപ്പുഴ, ഇതേപോലെ പല ഹോട്ടൽസ്. പക്ഷെ അവിടെയൊക്കെ ഈ പറയുന്ന റെഗുലേറ്റേഴ്സ്, അതായത് ഇൻസ്പെക്ടേഴ്സ്, ഇതിനെല്ലാം പണം മേടിച്ചെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇതാണെൻ്റെ റിയാലിറ്റി. ഇപ്പോൾ കേരളത്തിൽ ഹൈവേ നാഷണൽ ഹൈവേ പണിതുകൊണ്ടിരിക്കുക. ഇതിൻ്റെ സൈഡിൽ മാറിയിട്ട് ഇത്ര മീറ്ററുള്ള റോഡിൻ്റെ സൈഡിൽ അവർക്ക് ഷോപ്പുകൾ വെക്കാം. അവിടെ ഒരു മൂന്നാമതൊരു പാർട്ടി നിന്നിരുന്ന് പണം മേടിച്ചിട്ട് ഈ പറയുന്ന ഹൈവേ അതോറിറ്റിയെ മുഴുവനും കളിപ്പിക്കുന്ന സംഭവം എനിക്ക് നേരിട്ടറിയാം. കാരണം അവർ ഓരോ നിയമം വെക്കും. കാരണം ഇവരുടെ വിസ, ഇവരുടെ NOC കൊടുത്താൽ ആ കടയ്ക്ക് അവിടെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പഞ്ചായത്ത് ഇത് കൊടുക്കത്തുള്ളൂ. കാരണം നാഷണൽ ഹൈവേയുടെ സൈഡാണ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായേക്കുന്നത്. ഇവിടെയാണ് റിഫോംസിൻ്റെ സ്ട്രക്ചർ. അതായത് യൂണിഫോം ആയിട്ടുള്ള ഒരു റെഗുലേഷൻ ഗ്ലോബലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും ഇപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അർജൻറ്റീനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ഈ 10 റെഗുലേഷൻ 12 റെഗുലേഷൻ ഈ സാധനം ഒരു കോമൺ ആയിരിക്കും. അല്ലെങ്കിൽ ചിലത് 100-150 റെഗുലേഷൻസ് കയറി വരും. ഇത് വന്നു കഴിയുമ്പോഴേ ഇത് കുളമായി പോകുന്നു. യൂണിഫോം റെഗുലേഷൻ എന്ന് പറയുന്ന സംഭവം, അതായത് റെഡ് ടേപ്പ് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഒരു കോമൺ റെഗുലേഷൻസ് കൊണ്ടുവരിക പ്രധാനപ്പെട്ട. അതിൻ്റെ അകത്ത് ആ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റി, ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഒക്കെ കാണാം. പല രാജ്യത്തിനും പല രീതിയിലായിരിക്കും. അപ്പം അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിഫോംസ് ലോകം മുഴുവൻ അടിച്ചിരിക്കും, ഇൻക്ലൂഡിങ് ലണ്ടനിൽ റേച്ചൽ റീവ്സ്, അതായത് ബ്രിട്ടീഷ് ചാൻസലർ, അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ, അവിടെ പോലും ഇത് കയറി അടിച്ചേക്കുവാണ്. കാരണം അല്ലാതെ ഒരു രാജ്യങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. എന്താണ് റേച്ചൽ റീവ്സ് കൂട്ടാൻ കാരണം? അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരില്ല. ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിഫോംസ് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ബ്രിട്ടൻ്റെ കാര്യമാണ് പറയുന്നത്. ജർമ്മനിയിൽ കൊണ്ടുവരുന്നു, ഫ്രാൻസിൽ കൊണ്ടുവരുന്നു, ഗ്രീസിൽ കൊണ്ടുവരുന്നു, നെതർലാൻഡ്സിൽ ലോകത്തല്ല, ഇൻക്ലൂഡിങ് സൗദി അറേബ്യ. എന്തുവാണ് സൗദി അറേബ്യ കൊണ്ട് പുതിയൊരു സിറ്റി ഉണ്ടാക്കുന്നു. ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക രീതിയിലുള്ള ഒരൊറ്റ നോംസ് ഇല്ല. അതായത് മുഴുവനും അത് ഡീറെഗുലേറ്റ് ചെയ്ത് റെഗുലേഷൻ മുഴുവൻ മാറ്റി. കാരണം സാധാരണക്കാർക്ക് എല്ലാവർക്കും പോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റേ പല രീതിയിലുള്ള സ്പോൺസർഷിപ്പ്, ചവറെന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങൾ, അതൊരു വളരെ ഫ്രീ ആയിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് പറയുന്നത്. ലോകം മാറുകയാണ്. പക്ഷേ ഇന്നും കേരളത്തിലെ കമ്പികൾക്ക് ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്തുവാണ്. കേരളത്തിലെ BJP കണക്കായി കാര്യത്തിൽ അവന്മാർക്കും അറിയത്തില്ല. അവന്മാർക്കും വേണ്ട ഇത്. കാരണം ഇതെല്ലാം കൈക്കൂലിയും കള്ളക്കട പണം ഉണ്ടാക്കുന്നതിൻ്റെ സോഴ്സായത്. ഇവരെല്ലാം പൊളിറ്റീഷ്യൻസ് എല്ലാം യൂസ് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സിനെ ഉപയോഗിച്ചിട്ടാണ്. കാരണം അവർക്ക് ഈ ഡീറെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആദായമാണ് നിന്ന് പോകുന്നത്. ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. കാരണം ആ റിപ്പോർട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ വായിക്കണം, ഇപ്രാവശ്യം എക്കണോമിസ്റ്റ്. കാരണം 3-4 ആർട്ടിക്കിൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. അപ്പം ലോകത്തിലെ എക്കണോമിക് ബൂം ഉണ്ടാകാൻ പോവുകയാണ്. അതിൻ്റെ പാർട്ടായിട്ടുള്ള ഡീറെഗുലേഷൻ, അതായത് റെഡ് ടേപ്പ് മാറുമ്പോൾ അതിന് കാരണക്കാരൻ ട്രംപ് തന്നെയാണ്. കാരണം ഫാസ്റ്റായിട്ട് അത് ലോകം മുഴുവൻ അതിനെ ഫോളോ ചെയ്ത് എല്ലാ രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എക്കണോമി മാത്രമല്ല, ലോകത്തിനൊരു വലിയ പ്രോസ്പെരിറ്റിയും അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ സാധാരണക്കാരൻ എല്ലാ ജനങ്ങളിലും എത്തും.
എന്നാണ് ആ റിപ്പോർട്ടിൻ്റെ അവസാനം പറയുന്നത്.